ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷമാകും പോസ്റ്റ്മോർട്ടം. അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗം ഇന്ന് ചേരും. സതീഷിനെ നാട്ടിലെത്തിച്ച് ശിക്ഷിക്കണമെന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള ആവശ്യപ്പെട്ടു. പിതാവിന്റെ പ്രതികരണത്തിലേക്ക്. സതീഷ് പറയുന്നതിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. കാരണം അവനിങ്ങനെ മാറ്റി എപ്പോഴും പറയുന്നില്ലേ ഓരോ കാര്യങ്ങളും. കുറ്റം ചെയ്തില്ലെന്ന് പറയും, മർദ്ദിച്ചില്ലെന്ന് പറയും. എന്ത് തന്നെ ആയാലും അവിടെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അവിടുത്തെ അന്വേഷണങ്ങൾ പരിപൂർണ്ണമാകുമ്പോൾ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്തായാലും പുറത്ത് വരിക തന്നെ ചെയ്യുമല്ലോ. ഒരുപാട് താങ്ങാൻ പറ്റാത്ത ഉപദ്രവം കിട്ടുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വന്ന് പ്രതികരിക്കുന്നത് ആരായാലും ജീവനുള്ള ഏതൊരു വസ്തു അങ്ങനെ പ്രതികരിക്കത്തില്ല. അതെ, തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും പുറത്തു വരുമ്പോൾ അങ്ങനെ വേണമല്ലോ. അവനെ നാട്ടിലെത്തിച്ച് അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമല്ലോ. അത് മാതൃകാപരമായ ശിക്ഷ അവന് കൊടുക്കണമല്ലോ. സുജിത് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. സുജിത്ത്, അതുല്യക്ക് നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഷാർജയിലാണ് മൃതദേഹമുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. നാട്ടിലെത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം കുടുംബം ആവശ്യപ്പെടുമ്പോൾ കുടുംബത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് ദുരൂഹതകൾ ബാക്കിയായിട്ടുണ്ട്. ആത്മഹത്യയല്ല എന്ന് കുടുംബം ഉറച്ചു പറയുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും നാട്ടിലെത്തിയാൽ ശേഷമുണ്ടാകുന്ന നിയമ നടപടികൾ? അന്വേഷണത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? അതേ സുഹൈൽ, അതുല്യയുടെ മരണത്തിലെ ദുരൂഹതകളാകെ നീക്കണം എന്നുള്ളതാണ് വീട്ടുകാരുടെ പ്രധാന ആവശ്യം. ഒപ്പം തന്നെ മകളുടെ മരണത്തിന് കുറ്റക്കാരൻ സതീഷ് ആണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്നും വീട്ടുകാർ ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം തന്നെയാണ് സതീഷിൻ്റെ മാതാവും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ അവിടെ ഷാർജയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം നാട്ടിലെത്തിച്ചാലും ഇവിടെ പോസ്റ്റ്മോർട്ടം വേണമെന്നുള്ള ആവശ്യമാണ് അച്ഛൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിനോടൊപ്പം സമഗ്രമായ അന്വേഷണവും വീട്ടുകാർ ആവശ്യപ്പെടുകയാണ്. എന്തായാലും കേരള പോലീസ് പ്രത്യേക സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. അവർ ഏത് രീതിയിലുള്ള അന്വേഷണം വേണം, അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെയായി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം വീട്ടിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വീട്ടുകാരോട് തന്നെ ഈ പോലീസ് തന്നെയാണ് അങ്ങോട്ട് പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരാഞ്ഞത്. അങ്ങനെ വീട്ടുകാർ മറുപടി നൽകുകയായിരുന്നു. അത് വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ സതീഷിൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം നമ്മൾ വീട്ടുകാരോട്, അച്ഛനോട് അറിയിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇത് പ്രാരംഭ നടപടി മാത്രമാണ് സതീഷിൻ്റെ ജോലി പോയത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ മകളെ ഉപദ്രവിച്ചപ്പോൾ ഇക്കാര്യം അവരുടെ കമ്പനിയിൽ അറിയിക്കാനും ജോലി ഇല്ലാതാകും എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മകൾ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടും മകളുടെ ആവശ്യപ്രകാരമാണ് ഒരു ജോലി നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ളത് കൊണ്ടാണ് അന്ന് പരാതി നൽകാതിരുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത്. അതിൽ ഇന്ന് ആ അച്ഛൻ ഏറെ എന്തായാലും അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്നത്തെ പോസ്റ്റ്മോർട്ടം ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാകുന്ന കാര്യമാണ്. ഷാർജയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.